രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഹലോ മഹാരാജാവേ, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ യുവരാജ്യാഭിഷേകം അങ്ങയുടെ സാന്നിധ്യത്താലും ആജ്ഞയാലും അങ്ങയുടെ നേതൃത്വത്താലും അങ്ങ് നടത്തിയാലും അത് കാണാൻ വേണ്ടിയിട്ട് പൗരന്മാരെല്ലാവരും അവിടെ തൊഴുകൈകളോടുകൂടിയിട്ട് കാത്തു നിൽക്കുന്നു. അതേപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും വിദൂര നാടുകളിൽ നിന്നും വന്ന ജനങ്ങളും എല്ലാവരും അതിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൈകൂപ്പിക്കൊണ്ട് കാത്തു നിൽക്കുന്നു. എന്ന് മാത്രമല്ല, സ്വയം വസിഷ്ഠോ ഭഗവാൻ ബ്രാഹ്മണേ സഹതിഷ്ഠതി. വസിഷ്ഠ ഭഗവാൻ തന്നെ സ്വയം അവിടെ വന്നു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള അനേകം മഹാത്മാക്കളോടൊപ്പം രാമന്റെ അഭിഷേകം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളുമായിട്ട് വസിഷ്ഠ ഋഷി ഇതാ സന്നിഹിതനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരേണ്ടത് അങ്ങ് മാത്രം. എത്രയും വേഗം അങ്ങ് എത്തിച്ചേർന്നാലും. ആ അവസരത്തില് തതസ്തു രാജ തം സൂതം സന്നഹർഷ സുതം പ്രതി. മഹാരാജാവ് സൂതനായ ആ സുമന്ത്രര് പ്രതീക്ഷ പ്രകാരത്തിലല്ല പ്രതികരിക്കുന്നേ. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആ മഹാകർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ തിടുക്കത്തിൽ ചെയ്യുന്നതിന് പകരം അദ്ദേഹം ആകെ തളർന്ന മട്ടിൽ ദുഃഖിതനായിട്ടാണ് കാണപ്പെടുന്നത്. തതസ്തു രാജ തം സൂതം സന്നഹർഷ സുതം പ്രതി ശോകരക്തേക്ഷണ ശ്രീമാൻ ഉദ്വീക്ഷ ഉവാച ധാർമ്മിക. ആ മഹാരാജാവിന്റെ കണ്ണുകൾ ആകെ ചുവന്നു തൊടുത്തിട്ടുണ്ട്. രാത്രി മുഴുവൻ അദ്ദേഹം ദുഃഖത്താൽ കരയുകയായിരുന്നു. അങ്ങനെ ആ കണ്ണുകൾ ധാരധാരയായിട്ട് കണ്ണുനീര് പ്രവഹിച്ചിട്ട് ആകെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹർഷം ഇല്ലാത്തവനായി തീർന്നിരിക്കുന്നു, സന്തോഷം ഇല്ലാത്തവനായി തീർന്നിരിക്കുന്നു. എത്ര അപരിമിതമായ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സഭ വിളിച്ചു കൂട്ടിയത്, എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ സഭയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്, എത്ര ആനന്ദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്, എത്ര പരമഹർഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ തീരുമാനങ്ങൾ എല്ലാവരുടെയും അഭിപ്രായമായിട്ട് ഏറ്റെടുത്ത് തയ്യാറെടുപ്പിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നൽകിയത്. എല്ലാം മാറിപ്പോയിരിക്കുന്നു. ആകെ ഭയപ്പെടുത്തുന്നതായ ഒരു മുഖഭാവം, ആ പ്രകാരത്തിലുള്ളതായ പ്രക്ഷീണമായിരിക്കുന്ന ശാരീരിക ചലനങ്ങൾ തന്റെ പുത്രനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ പ്രകാരത്തിലുള്ളതായ ദുഃഖം വന്നു ഭവിച്ചിരിക്കുന്നത് എന്ന് വാൽമീകി നമ്മെ കേൾപ്പിച്ചും കൂടി തരുന്നു. അങ്ങനെ പരമധാർമ്മികനായ രാജാവ് ആകെ പ്രക്ഷീണനായിട്ട് സുമന്ത്രരോട് പറഞ്ഞു. സുമന്ത്രർ പ്രതീക്ഷിച്ച നേരെ വിപരീതമായിട്ടുള്ള പ്രതികരണം വാക്കുകളിലൂടെ ഇതാ എത്തിച്ചേരുകയാണ്. വാക്യേസ്തു ഖലു മർമാണി മമ ഭൂയോ നികൃന്ദസി. അല്ലയോ സുമന്ത്രരെ, അങ്ങയുടെ വാക്യങ്ങൾ കൊണ്ട് രാജാവിനെ തൊഴിലുണർത്താൻ ചൊല്ലിയതായ ശ്ലോകങ്ങളും രാജപ്രശംസകളും രാമാഭിഷേകത്തിന്റെ വൃത്താന്തവും അതിനുവേണ്ടി രാജാവ് എത്തേണ്ടതിന്റെ ആവശ്യകതയും ഇതൊക്കെയായിരുന്നല്ലോ സുമന്ത്രർ പറഞ്ഞു കേൾപ്പിച്ചത്. അങ്ങനെയുള്ളതായ ആ വാക്യങ്ങൾ കൊണ്ട് അല്ലയോ സുമന്ത്രരെ, അങ്ങ് എന്റെ മർമ്മങ്ങളെ പിളർക്കുന്നു.
അങ്ങയുടെ ഈ വാക്കുകൾ എനിക്ക് സന്തോഷമല്ല, സഹിക്കാനാവാത്തതായ ദുഃഖമാണ് ഉളവാക്കുന്നത്. സുമന്ത്രര് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇത് കേട്ടത്. സുമന്ത്ര കരുണം ശ്രുത്വ ദൃഷ്ട്വാ ദീനം ച പാർത്ഥിവം. സുമന്ത്രര് വേദനയോടുകൂടിയിട്ട് അത് കേട്ടു. അങ്ങേയറ്റം വേദനാപൂർണമായിരിക്കുന്ന രാജാവിന്റെ വാക്കുകളെ സുമന്ത്രർ ദുഃഖിതനായി കേട്ടു. എന്ന് മാത്രമല്ല, ആ രാജാവ് ഓരോ ചലനത്തിലും അങ്ങേയറ്റം ദീനനാണ് എന്ന് ആർക്കും പ്രകടമായിട്ട് അറിയാൻ സാധിക്കുമായിരുന്നു. സുമന്ത്രർ ഇത് കേട്ടിട്ട് ഒന്ന് ഞെട്ടി പുറകോട്ട് മാറി നിന്നു. എന്താണ് വേണ്ടുന്നത് എന്ന് പെട്ടെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ കൈകേയി സമീപത്തിരിപ്പുണ്ട്. കൈകേയിക്കറിയാം കാര്യങ്ങളെല്ലാം. മഹാരാജാവ് ഒരിക്കലും രാമനോട് കാനനത്തിലേക്ക് പോകാൻ പറയില്ല. രാമാഭിഷേകത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൂജാദ്രവ്യങ്ങൾ കൊണ്ട്, ആ തയ്യാറെടുപ്പുകൾ കൊണ്ട് ഭരതന് യുവരാജാവായിട്ട് അഭിഷേകം നടത്തണമെന്ന് മഹാരാജാവ് ഒരിക്കലും പറയില്ല. എത്രയും വേഗം രാമനെ കാട്ടിൽ അയക്കേണ്ടതുണ്ട്. അതിന് ഇനി താൻ ഉത്സാഹിച്ചാലേ പറ്റൂ. സുമന്ത്രർക്ക് എപ്പോഴും ആജ്ഞ കൊടുക്കുന്ന മഹാരാജാവാണ്. മഹാരാജാവ് ഒന്നും പറയില്ല എന്നുള്ളത് കൊണ്ട് കൈകേയി തന്നെ നേരിട്ട് ഇടപെടുകയാണ് ഇക്കാര്യത്തില്. തഥാ സുമന്ത്രം മന്ത്രജ്ഞ കൈകേയി പ്രത്യുവാച. വേണ്ടതെന്താണ് എന്ന് ഭംഗിയായി പറയാനും പ്രവർത്തിക്കാനും ഒക്കെ അറിയുന്നവളായ കൈകേയി, മഹാരാജാവിനെ പിടികൂടിയിരിക്കുന്ന ദുഃഖത്തിന്റെ കാരണം നന്നായി അറിയുന്നവളായ കൈകേയി, എന്ന് മാത്രമല്ല മന്ധര പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവളായ ആ കൈകേയി സുമന്ത്രനോട് ഉടനെ തന്നെ ഇങ്ങനെ പറഞ്ഞു: സുമന്ത്ര, രാജാ രജനീം രാമഹർഷ സമുത്സുക പ്രജാകര പരിശ്രാന്തോ നിദ്രാവശമുപാഗത. രാമന്റെ അഭിഷേകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് രാജാവ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. അദ്ദേഹം സന്തോഷത്തില് ലയിച്ചിരിക്കുകയായിരുന്നു. അതിൽ സ്വയം മറന്നിട്ട് അദ്ദേഹം രാത്രി മുഴുവൻ ഉറക്കമുളച്ചു. അതിൻ്റെതായ ക്ഷീണമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നത്, ശരീരത്തിൽ കാണുന്നത്. ആ കണ്ണുകൾ ഇങ്ങനെ ചുവന്നു തുടുക്കാനുള്ള കാരണവും അതാണ്. പ്രജാകര പരിശ്രാന്തോ, രാത്രി ഉറക്കമില്ലായിക കൊണ്ട് ആകെ അദ്ദേഹം തളർന്നുപോയിരിക്കുന്നു. പുലരാൻ സമയം ഇതാ അടുത്തു വരുന്നു. ഇത്രയും നേരം ഉണർന്നിരുന്ന മഹാരാജാവ് ഇപ്പോൾ ക്ഷീണനായിട്ട് നിദ്രയിലേക്ക് പെട്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് സുമന്ത്രരെ അങ്ങ് വിളിച്ചുണർത്തുമ്പോഴേക്കും മഹാരാജാവ് ഈ പ്രകാരത്തില് പ്രതികരിച്ചത്. ഞാന് ഇനി വേണ്ടുന്നത് എന്താണെന്ന് അങ്ങേ കേൾപ്പിക്കാം. തദ്ഗച്ഛ ത്വരിതം സൂത രാജപുത്രം യശസ്വിനം രാമമാനേ ഭദ്രം തേ നാത്രകാര്യ വിചാരണ. അതുകൊണ്ട് അല്ലയോ സൂത, ഉടനെ തന്നെ ഈ കൊട്ടാരത്തിൽ നിന്നിട്ട് പുറപ്പെടുക. എവിടേക്ക്? രാമന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ ചെന്നിട്ട് യശസ്വിയായിരിക്കുന്ന, കീർത്തിമാനായിരിക്കുന്ന രാജാവിന്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ, മൂത്തമകനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ എത്രയും വേഗം ഇവിടേക്ക് മഹാരാജാവിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇക്കാര്യത്തിൽ അങ്ങ് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എത്രയും വേഗം രാമനെ കൊണ്ടുവരൂ. രാമൻ വന്നു കഴിയുമ്പോഴേക്കും മഹാരാജാവ് വേണ്ടുന്നത് പ്രവർത്തിക്കും. അതിനാൽ അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന് കൈകേയി പറഞ്ഞു. പക്ഷേ സുമന്ത്രർക്ക് എപ്പോഴും ആജ്ഞ കൊടുക്കുന്ന മഹാരാജാവാണ്. അങ്ങനെ മാത്രമേ പാടുള്ളൂ താനും. രാജാവിന്റെ ആജ്ഞയില്ലാതെ കണ്ട് സുമന്ത്രർ ഒന്നും ചെയ്യില്ല. വിശേഷിച്ചും ഈ സന്ദർഭത്തില്, യുവരാജ്യാഭിഷേകം നടക്കാൻ പോകുന്ന സന്ദർഭത്തില്. അപ്പോ രാജാജ്ഞയില്ലാതെ താൻ എങ്ങനെ രാമന്റെ ഭവനത്തിൽ പോയിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരും? സുമന്ത്രര് കൈകേയിയോട് ചോദിച്ചു. ഇത് മഹാരാജാവ് കേൾക്കുകയാണല്ലോ. അദ്ദേഹം കൈകേയിയുടെ സമീപത്താണല്ലോ. അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പ്രക്ഷീണമായ ശബ്ദത്തില്,
സുമന്ത്ര രാമം ദ്രക്ഷ്യാമി ശീഘ്രം ആനയ സുന്ദരം. അല്ലയോ സുമന്ത്ര, സുന്ദരനായിരിക്കുന്ന എന്റെ കണ്ണുകൾക്ക് ആഹ്ലാദത്തെ പകരുന്നവനായിരിക്കുന്ന രാമനെ കൊണ്ടുവരിക. എനിക്ക് രാമനെ നേരിട്ട് കാണണം. രാമനെ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ മഹാരാജാവ് കൽപ്പിച്ചപ്പോഴേക്കും പിന്നെ സുമന്ത്രർക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് രാമനെ കൊണ്ടുവരാൻ യാതൊരു തടസ്സവുമില്ല. സുമന്ത്ര രാജാവിനെയും കൈകേയിയും വന്ദിച്ചിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്നിട്ട് പുറത്തിറങ്ങി രാമന്റെ കൊട്ടാരത്തിലേക്ക്. അതധികം ദൂരമൊന്നുമല്ല. സുമന്ത്രർ അവിടേക്ക് വളരെ വേഗത്തിൽ പുറപ്പെട്ടു.